ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി നമ്മുടെ മലയാളികളുടെ സ്വന്തം പലഹാരം പഴംപൊരിയാണ്. പഴംപൊരി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്നതാണ്. എന്നാലും എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന, അതായത് മാവൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാതെ ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ ഉണ്ടാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 3/4 കിലോ ഒക്കെ ഉണ്ടാവും. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നീളത്തിലോ അല്ലെങ്കിൽ ഹാഫായി കട്ട് ചെയ്തിട്ടോ എങ്ങനെ വേണമെങ്കിലും സ്ലൈസ് ചെയ്തെടുക്കാം. പഴംപൊരിക്ക് എപ്പോഴും അത്യാവശ്യം നന്നായിട്ട് പഴുത്ത പഴം തന്നെ വേണം എടുക്കാൻ, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. നല്ല നാടൻ പഴമൊക്കെ കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് പഴംപൊരി ഉണ്ടാക്കാൻ. ഓരോന്നും ഒരു 3 അല്ലെങ്കിൽ 4 ഒക്കെ ആയിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ആദ്യം 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. മൈദയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ഇത് ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്യാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വറുത്തെടുക്കുമ്പോൾ ആ പുറം ഭാഗം ഒന്ന് മൊരിഞ്ഞ് നല്ല ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്തിട്ടുണ്ട്, നൈസായിട്ടുള്ള അരിപ്പൊടി. അതിന് ശേഷം പിന്നെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ തന്നെ കടലമാവ് ചേർത്തിട്ടുണ്ട്. പിന്നെ അത് വറുത്തെടുക്കുമ്പോൾ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ യെല്ലോ ഫുഡ് കളർ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്താലും മതി. അതിന് ശേഷം പിന്നെ ഒരു 2 നുള്ള് ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത്. നമ്മളിത് പെട്ടെന്ന് ഉണ്ടാക്കുന്നതുകൊണ്ട് ബേക്കിംഗ് സോഡ ചേർത്താലാണ് അത് വറുക്കണ സമയത്ത് നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. ഇനിയിപ്പോൾ ബേക്കിംഗ് സോഡ താല്പര്യം ഇല്ലെങ്കിൽ സമയം ഉണ്ടെങ്കിൽ മാവ് ഒരു 3-4 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചാൽ മതി. എന്നിട്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിലുള്ള മധുരം ചേർത്ത് കൊടുക്കാം. അപ്പോൾ മധുരം നമുക്ക് എത്രയാണോ വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് ചേർക്കാം. നമ്മളിവിടെ ഒരു 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. എല്ലാം കൂടിയിട്ട് ആദ്യം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് പിന്നെ നമ്മൾ ഒരു 1/4 കപ്പ് അളവിൽ ദോശമാവാണ് ചേർത്തിരിക്കുന്നത്. ദോശമാവ് അല്ലെങ്കിൽ ഇഡ്ലി മാവ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ബാറ്ററാക്കി എടുക്കാം. പഴംപൊരി ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി അറിയുന്നുണ്ടാവില്ല, ഏകദേശം ഒരു ഇഡ്ലി മാവിൻ്റെ പരുവത്തിലൊക്കെ മിക്സ് ചെയ്തെടുക്കുക. ഒരു 3/4 കപ്പിനും 1 കപ്പിനും ഇടയിലൊക്കെ വെള്ളം മതിയാവും. 3/4 കപ്പും 2 ടേബിൾ സ്പൂണൊക്കെ വെള്ളം മതിയാവും. ഇത് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ സ്പൂൺ ഉപയോഗിക്കാതെ അതുപോലെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതുപോലെ നന്നായിട്ട് അടിച്ച് മിക്സ് ചെയ്തെടുക്കുമ്പോഴാണ് മാവ് നല്ല ഫ്ലഫി ആയി വരിക. അപ്പോഴാണ് അത് വറുത്തെടുക്കുമ്പോഴും നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പഴംപൊരി പോലെ നല്ലൊരു ടെക്സ്ചറിൽ കിട്ടുക. ഇപ്പോൾ നമ്മുടെ പഴംപൊരിക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ ചെയ്തെടുക്കുക. നമ്മൾ സ്പൂണൊക്കെ അതിലിട്ട് നോക്കുമ്പോൾ സ്പൂണിൻ്റെ മേലെ മാവ് ഇതുപോലെ ഒന്ന് കവറായിട്ട് നിൽക്കണം. പെട്ടെന്ന് അങ്ങോട്ട് ഒഴുകി പോകാത്ത രീതിയിൽ ഇതുപോലെ ഒരു കോട്ടിംഗ് ആയിട്ട് നിൽക്കണം. ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക. ഇനി അത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ നന്നായിട്ട് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴത്തിൻ്റെ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് എടുത്തിട്ട് മാവിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തേക്കും മാവ് ആക്കിയെടുക്കുക. എന്നിട്ട് എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കുക. അപ്പോൾ എണ്ണയുടെ ചൂട് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അത്യാവശ്യം നല്ല ചൂടുണ്ടാവണം. അപ്പോഴാണ് നമ്മളത് എണ്ണയിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ മേലേക്ക് നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. ചൂടില്ലെങ്കിൽ അതിൻ്റെ കോട്ടിങ്ങൊക്കെ ഇളകിപ്പോവും. കോട്ടിങ്ങൊക്കെ ഇളകിയിട്ട് അതിൽ നന്നായിട്ട് എണ്ണ കുടിക്കും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ വറുത്തെടുക്കാം. പഴം അത്യാവശ്യം പഴുത്തിട്ടുള്ളതാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉൾഭാഗം നന്നായിട്ട് വെന്ത് വന്നോളും. ഇതുപോലെ മേലേക്ക് പൊങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിട്ട് കൊടുത്തിട്ട് എല്ലാ സൈഡും നന്നായി ഫ്രൈ ആയി നല്ലൊരു കളറായി കഴിയുമ്പോൾ പിന്നെ ഓരോന്നായിട്ട് എടുക്കാം. ചൂടോട് കൂടിയിട്ടിരിക്കുമ്പോൾ പുറം ഭാഗമൊക്കെ അത്യാവശ്യം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാവും. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, നല്ല ചൂട് ചായയുടെ കൂടെയൊക്കെ കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു. ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക്സ് മറക്കാതെ അറിയിക്കുക. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. താങ്ക്